ഒന്നു അത് വെച്ചു. ഫുള്ളി എങ്ങനെ ഒന്ന് നോക്കി സംഭവം ബാക്കി നാളെ നോക്കാന്ന് വിചാരിച്ചിട്ടാണ്. ആകെ കൂടെ എല്ലാ വീഡിയോയും എല്ലാം കാണാൻ വേണ്ടി ആകെ കൂടെ ഒരു ഒന്നെന്തായാലും കാണട്ടോ വെച്ചാ നമ്മൾ ഇന്നലെ ബട്ട് അതിന്റെ ഒരു പിക്ചറിൽ വ്യൂ ആണ് വരുന്നത്. എന്തൊക്കെയാണ് പോർട്ട്, അതിന്റെ പേര് ചെയ്യാം, അത് കണ്ടിന്യൂ ചെയ്യാം. ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. എന്തിനായിരുന്നു വാൽവ്? പ്രഷറൈസ് ഹൈഡ്രോളിക് ഓർ ന്യൂമാറ്റിക് സിസ്റ്റത്തിലേക്ക് വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ടുള്ള പ്രഷറൈസ്ഡ് ലിക്വിഡ് ഓർ കംപ്രസ് പാസ് ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ഷൻ, ആ ഡയറക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് DCVC. പ്രധാനപ്പെട്ട കുറച്ച് DCVകളുടെ പേര് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അല്ല, നമ്മള് സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാവോ? സ്ക്രീൻ കാണാം. ഓക്കെ. ഇന്നലെ ഈ ഒരു ഡയറക്ഷണൽ കൺട്രോൾ വാൽവിന്റെ ഒരു വർക്കിംഗ്, എങ്ങനെയൊക്കെ മാറുന്നത്, പിന്നെ എന്താണ് പൊസിഷൻ ചേഞ്ച്, പിന്നെ എന്താണ് ഡയറക്ഷണൽ കൺട്രോൾ വാൽവിലെ പൊസിഷൻ വാൽവ്, നമുക്ക് അതിലേക്ക് പോവാം. ഇപ്പൊ പ്രധാനപ്പെട്ട നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയറക്ഷണൽ കൺട്രോൾ വാൽവുകളാണ് ഇവിടെ ഇപ്പം ലിസ്റ്റ്. Important types of directional control valves in the hydraulic systems are check valve, two position two-way, two position four-way, three position four-way, rotary four-way, then shuttle valve. അതായത് ഇതിലെ ഈ പൊസിഷൻ വാൽവ് ആണ് നമ്മൾ ഇന്നലെ ജനറൽ ആക്സസ് ചെയ്ത്. എന്താണ് പൊസിഷൻ വാൽവ് അല്ലേ? വാൽവുകളെ പറ്റിയാണ് ഇന്നലെ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് ടു പൊസിഷൻ എന്ന് വെച്ചാൽ എന്താ, എന്താണ് ടു വേ, അതിന്റെ ഗ്രാഫ് റെപ്രസെന്റേഷൻ, രണ്ട് സ്ക്വയർ ബോക്സ്, ഇങ്ങനെ രണ്ട് സ്ക്വയർ ബോക്സ് ആണ് ടു പൊസിഷൻ വാൽവ്. മൂന്ന് സ്ക്വയർ ബോക്സ് ഉണ്ടെങ്കിൽ അതിന്റെ പേര് ത്രീ പൊസിഷൻ. ദെൻ ഈ സ്ക്വയർ ബോക്സിലൊക്കെ എത്ര പോർട്ട് ഉണ്ടോ ആ പോർട്ടിന്റെ എണ്ണത്തെയാണ് നമ്മൾ വേസ് എന്ന് പറയാം. ദിസ് ഈസ് ആക്ച്വലി ത്രീ പൊസിഷൻ ഫോർ വേ വാൽവ്. ഇതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 4/3 എന്നൊക്കെ പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ആരോ ഹെഡ് എങ്ങനെയായിരിക്കും, നമുക്ക് ഇനി അതിലേക്ക് വരാം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയറക്ഷണൽ കൺട്രോൾ വാൽവുകളെ പറ്റിയാണ്, ഇനി അതിന്റെ വർക്കിങ്ങിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് ചെക്ക് വാൽവ് ആണ്. ചെക്ക് വാൽവ് എവിടെയെങ്കിലും എടാ, ഞാൻ പറയുന്നത് കേൾക്കായിട്ടാണോ റെസ്പോണ്ട് ചെയ്യാത്തത്? ഹലോ കേട്ടില്ല, കുറച്ച് മുമ്പ് പറഞ്ഞേ. എന്നുള്ളത് എവിടെയെങ്കിലും കേൾക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് കാണുകയോ ചെയ്തിട്ടുണ്ടോ? ചെക്ക് വാൽവ് സാധാരണ ഒരു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വേറൊരു പേര് പറയാം, ഫൂട്ട് വാൽവ്, ഇട്ട് വാൽവ്. നമ്മള് പമ്പിന്റെ ഒക്കെ മോട്ടോറിൽ നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെ, നമ്മളെ മോട്ടോറിലേക്ക് വരുന്ന അല്ലെ കിണറ്റില് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്ന പൈപ്പിൽ നമ്മൾ വെക്കുന്ന ഒരു വാൽവാണ് ഫൂട്ട് വാൽവ്. ആ വാൽവ് എന്താ? യൂണി ഡയറക്ഷണൽ ഫ്ലോ വാൽവ്. യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. അതായത് ഒറ്റൊരു ഡയറക്ഷനിലേക്ക് അതിൽ ആ ഒരു വാൽവിലൂടെ വെള്ളം പോവുള്ളൂ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വെള്ളം വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വാൽവ് ക്ലോസ് ആവും അല്ലെ. അതേ വാൽവ് തന്നെയാണ് ആക്ച്വലി. സോ ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് വൺ ഡയറക്ഷണൽ ഫ്ലോ വാൽവ് ഈസ് ഡയറക്ഷൻ ഓർ യൂണി ഡയറക്ഷണൽ വാൽവ്. Simplest of unidirectional flow valve is check valve. It permits only one direction and prevents any flow in direction. ഒറ്റൊരു ഡയറക്ഷനിലേക്ക്, എപ്പോഴും അതിനകത്ത് ഒറ്റൊരു ഡയറക്ഷനിലേക്ക് മാത്രമേ ആ വാൽവ് ഫ്ലോയെ അലോ ചെയ്യുള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് ഫ്ലോയെ ഒരിക്കലും
അത് എന്റർടൈൻ ചെയ്യില്ല. സോ എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതിന്റെ കൺസ്ട്രക്ഷൻ, ഈ ചെക്ക് വാൽവിന് വേറൊരു പേരും കൂടി നമുക്ക് നോക്കാം. എന്താ പേര് എന്നുള്ളത് അതിന്റെ വർക്കിംഗ് പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഇല്ല ഞാനിപ്പോ തന്നെ പറഞ്ഞുതരാം. ഇതിനും പറയുന്നത് മറ്റൊരു പേരാണ് പോപ്പറ്റ് വാൽവ്. പോപ്പറ്റ് വാൽവ് ചെക്ക് വാൽവിന്റെ മറ്റൊരു പേരാണ് പോപ്പറ്റ് വാൽവ്. സോ നിങ്ങൾക്ക് എക്സാമിന് മേ ബി പോപ്പറ്റ് വാൽവിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ തവണത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് സ്പൂൾ SPOOL സ്പൂൾ വാൽവ് വർക്കിംഗ് ഒക്കെ ചോദിച്ചിരുന്നു. പക്ഷെ നമ്മള് കഴിഞ്ഞ സെമ്മില് സ്പൂൾ വാൽവ് എന്നുള്ള ടേം അധികം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ സീനിയേഴ്സിന്റെ ഇടയിൽ. ബട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ ഡയറക്ഷണൽ കൺട്രോൾ വാൽവിൽ പൊസിഷൻ വാൽവിന്റെ മറ്റൊരു പേരാണ് സ്പൂൾ വാൽവ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ വർക്കിങ്ങിനകത്ത് ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൽവിൽ വർക്ക് ചെയ്യുന്നത് ഒരു പൈപ്പിന്റെ ഉള്ളിൽ ഒരു സ്പൂൾ എന്ന് പറഞ്ഞ ഒരു സിലിണ്ടറിക്കൽ എലമെന്റ്, അത് മുമ്പോട്ടും ബാക്കോട്ടും നീങ്ങുന്നതിനനുസരിച്ച് ഡയറക്ഷൻ മാറിക്കൊണ്ടിരുന്നു. സോ അതിലെ വർക്കിംഗ് എലമെന്റ് അതുകൊണ്ട് അതിന്റെ സ്പൂൾ വാൽവ് എന്ന് പറയും. ചെക്ക് വാൽവിലെ ഒരു പോപ്പറ്റ് ആണ്. പോപ്പറ്റ് എന്ന് പറഞ്ഞ ഒരു ബോൾ പോലുള്ള എലമെന്റ്. നമുക്ക് നോക്കാം ഇതിന്റെ വർക്കിംഗ് എങ്ങനെ. ഇതാണ് അതിന്റെ പോപ്പറ്റ് ചെക്ക് വാൽവ് കൺസ്ട്രക്ഷണൽ ഫിഗർ ആണിത്. കൺസ്ട്രക്ഷൻ ഫിഗർ ആയത് നിങ്ങൾക്ക് ഇവിടെ ഒരു പൈപ്പ് പോലുള്ള, ഈ പൈപ്പിന്റെ പാസേജിനിടയിലായിട്ട് ഇവിടെ ഒരു ടാപ്പേർഡ് എലമെന്റ് അല്ലെ, എലമെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോ മാർക്ക് ചെയ്യുന്നത് അതാണ് ആക്ച്വലി എന്ന് പറയുന്നത് സാധനം. പോപ്പറ്റ് എന്ന് പറയുന്നത് ഒരു ടാപ്പേർഡ് എലമെന്റ് ആണ്. അപ്പോ ഇതിൽ എങ്ങനെയാ വർക്ക് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞ ഡയറക്ഷൻ യൂണി ഡയറക്ഷണൽ ഫ്ലോ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പ്രഷറൈസ് ഇവിടുന്ന് അതായത് ഇങ്ങനെ ഇങ്ങോട്ട്, അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റ് സമയത്ത് പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ്, ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഒരു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ പൊപ്പറ്റിൽ വന്ന് ഹിറ്റ് ചെയ്തിടും. അപ്പൊ ഹൈ പൊപ്പറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ പൊപ്പറ്റിന് ഒരു ചാൻസ്, ഒരു ടെൻഡൻസി ഉണ്ടാവും, അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ഈ പൊപ്പറ്റുമായിട്ട് ഇവിടെ ഒരു ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്പ്രിങ് എന്ത് ചെയ്യും, ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്പ്രിങ് കോൺട്രാക്ട് ചെയ്യും അല്ലെ. പൊപ്പറ്റ് വന്നിട്ട് ഈ സ്പ്രിങ് കോൺട്രാക്ട് ചെയ്യും. അപ്പൊ പൊപ്പറ്റ് ബാക്കിലേക്ക് നീങ്ങും. അപ്പം ബ്ലോക്ക് ആയ പാസേജ് ഓപ്പൺ ആവും, പൊപ്പറ്റ് ബാക്കിലേക്ക് അല്ലെ. അതാണ് ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. ഇവിടെ ഫ്ലൂയിഡ് വരുമ്പോ നേരത്തെ ഉള്ള കണ്ടീഷനിൽ നിന്നും പൊപ്പറ്റ് ബാക്കിലേക്ക് നീങ്ങി ഒരു ബ്ലോക്ക് അവിടെ ഒഴിവായി ഫ്ലൂയിഡ് ഇതിലേക്ക് കയറി ഇപ്പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ് ഈ ഒരു നീക്കിയിട്ട് പൊപ്പറ്റിനെ ബാക്കിലേക്ക് തള്ളുകയും ബാക്കി ഫ്ലൂയിഡിലൂടെ വെള്ളം പാസ് ചെയ്യുകയും ചെയ്യും. സോ ഒരു ഡയറക്ഷനിലേക്കുള്ള ദാറ്റ് ഈസ് ഫ്രീ ഫ്ലോ ഡയറക്ഷനായി. ഇൻ കേസ് ഇതേ അകത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ വരുന്നതെങ്കിൽ, അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ പേരോ കാണിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാ വെള്ളം വരുന്നതെങ്കിൽ ഈ പ്രഷർ ഈ പൊപ്പറ്റിന്റെ ഈ ബാക്ക് സൈഡിലാണ് എക്സേർട്ട് ചെയ്യുക. അപ്പൊ പൊപ്പറ്റിനെ വീണ്ടും തള്ളുക ചെയ്യുന്നത്. പക്ഷെ ടാപ്പേർഡ് എലമെന്റ് ആണ്. ഇവിടെ ഈ പാസേജിന്റെ ഏരിയ എന്ന് പറയുന്നത്, അപ്പൊ പൊപ്പറ്റ് മാക്സിമം ബ്ലോക്ക് ആയി തന്നെ കിടക്കും. ഈ ഒരു പാസേജിന് കൃത്യമായിട്ട് എലമെന്റ് വെച്ചിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്തതുപോലെ തന്നെ കിടക്കും. അതായത് വെള്ളം നല്ല പൊപ്പറ്റിനെ തള്ളിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പൊപ്പറ്റ് ഈ ഒരു നന്നായിട്ട് ബ്ലോക്ക് ചെയ്യും. അപ്പോ ഇവിടുന്ന് വരുന്ന വെള്ളം എങ്ങനെ നിൽക്കും അല്ലെ. അതായത് ഇപ്പുറത്തേക്ക് വെള്ളം ഉണ്ടാവില്ല. സോ ഡയറക്ഷണൽ ഫ്ലോ അല്ലെങ്കിൽ വൺ ഡയറക്ഷൻ ഫ്ലോ വാൽവ് ആണ് ചെക്ക് വാൽവ്. രണ്ടാമത് പേര് വാൽവ്. എന്തുകൊണ്ട് ഇതിന് പോപ്പറ്റ് വാൽവ് എന്ന് പറയുന്നത്? ഇതിന്റെ വർക്കിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഈ പൊപ്പറ്റ് എന്ന് പറയുന്ന എലമെന്റ് ആണ്. സോ ഇവിടെ യൂണി ഡയറക്ഷൻ എങ്ങനെയാണ് ഫ്ലോ വെച്ച് കഴിഞ്ഞാൽ ഈ പൊപ്പറ്റ് ആരുമായിട്ട് കണക്ട്, ഒരു സ്പ്രിങ് അറേഞ്ച്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ പൊപ്പറ്റിന്റെ ടാപ്പേർഡ് എലമെന്റിലേക്ക് നമ്മുടെ ഫ്ലോ വരികയാണെങ്കിൽ സ്പ്രിങ്ങിനെ കോൺട്രാക്ട് ചെയ്യും, പൊപ്പറ്റ് ഇവിടുത്തെ ബ്ലോക്ക് നീക്കുകയും ചെയ്യും. അതായത് ഒരു ഓപ്പൺ ചാനലായി മാറും. ഓപ്പൺ ചാനലായി മാറുമ്പോൾ വെള്ളം കയറി ഇതിലേക്ക് പോകും അല്ലെ. ഇതാണ് ഇതിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ ഒരു ഫ്രീ ഫ്ലോ ഡയറക്ഷൻ. ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വെള്ളം വരുന്നതെങ്കിൽ ഈ ഹൈ
എന്നിട്ട് പൊപ്പറ്റിന്റെ ബാക്ക് സൈഡിലാണ് ആക്ട് ചെയ്യുക. പിന്നെ വീണ്ടും പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സപ്പേർഡ് എലമെന്റ് നമ്മുടെ ഫ്ലൂയിഡിന്റെ പാസേജിനെ ബ്ലോക്ക് ചെയ്യും. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്പം വെള്ളം ഉണ്ടാവില്ല. സോ ഇതിനെ യൂണി ഡയറക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ കൺസ്ട്രക്ഷൻ ഫിഗർ സിമ്പിൾ ആവശ്യമുണ്ട്. ഈ മൊഡ്യൂളിലെ ലാസ്റ്റിൽ നമ്മൾ പോകുന്ന സർക്യൂട്ടിൽ ചിലപ്പം ഈ പറയുന്ന പോക്കറ്റ് വാൽവ് ഒക്കെ ആവശ്യമുണ്ടാവും. ഇതിന്റെ സിമ്പിൾ വളരെ എളുപ്പമാണ്. നമ്മുടെ പ്രഷർ ലൈൻ, ഹൈ പ്രഷർ ഫ്ലൂയിഡ് വരുന്ന ലൈൻ കാണിച്ചു. ഹലോ, ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകും, ഒരു ഫ്ലോ ഇല്ലാത്ത പോലെ ക്ലാസ്. വെയിറ്റ് ഇപ്പോ തീരെ. ഹലോ 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 ഇപ്പൊ ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ? കട്ടാവും. കട്ടുന്ന മുമ്പിൽ ഓരോന്ന് പിക്ചറിൽ ഇത് അങ്ങനെ ഇടയ്ക്കൊരു പിടുത്തം വരുന്ന പോലെ. ഇപ്പൊ കാണുന്നുണ്ടല്ലോ, കാണുമോ കേൾക്കും? ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് ചെക്ക് വാൽവ് ആണ്. ചെക്ക് വാൽവ് എന്ന് പറഞ്ഞാൽ പോപ്പറ്റ് വാൽവ് എന്നാണ് അതിന്റെ മറ്റൊരു പേര്. യൂണി ഡയറക്ഷണൽ വാൽവ് ആണ്. ഇതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ വെച്ചിട്ട് എങ്ങനെയാ വർക്കിംഗ് പറയാന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പ്രഷർ ലൈന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റൗണ്ട്, ഒരു ബോൾ പോലത്തെ എലമെന്റ് കാണിച്ചു ഈ ഫിഗറിനകത്ത്. ബോൾ ലൈക്ക് സ്ട്രക്ചർ ആണ്. അതാണ് അവിടുത്തെ പൊപ്പറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീ ഫ്ലോ ഡയറക്ഷനും നോ ഫ്ലോ ഡയറക്ഷനൊക്കെ സിമ്പിളിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സിമ്പിൾ വെച്ചിട്ട് വർക്കിംഗ് പറയാം. ഫസ്റ്റ് ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ബോളിനെ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ബോൾ പോലെയുള്ള എലമെന്റിനെ പുറകിലേക്ക് തള്ളുന്ന സമയത്ത് അവിടെ ഒരു ഓപ്പൺ ചാനൽ ക്രിയേറ്റ് ചെയ്യും. ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടാവും. ഫ്രീ ഫ്ലോ ഡയറക്ഷൻ. ഇനി നോ ഫ്ലോ ഡയറക്ഷൻ അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ഡയറക്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ ബോളിനെ മാക്സിമം ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുകയാണ് അല്ലെ. ഈ ബോളിനെ അത് മാക്സിമം പ്രസ് ചെയ്യണം. അതായത് ബ്ലോക്ക്ഡ് കണ്ടീഷൻ ആണ്. ഈ സിമ്പിൾ ആയിട്ടുള്ള ഇതിന്റെ സിംബിൾസിനേഷൻ വെച്ചിട്ട് നമുക്ക് വർക്കിംഗ് പറയാം. ഈ കൺസ്ട്രക്ഷൻ ഫിഗർ വെച്ചിട്ടും വർക്കിംഗ് പറയാം. കൺസ്ട്രക്ഷൻ ഫിഗർ ആണ് എക്സാമിന് പൊപ്പറ്റ് വാൽവ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ഇത് പൊപ്പറ്റ് ആണോ സ്കൂളാണോ ഏതോ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൊപ്പറ്റ് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് പാസേജ് കാണിക്കുക, ഒരു ടാപ്പ് കാണിക്കുക, ദെൻ അതിനെ ഒരു സ്പ്രിംഗ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഫ്ലൂയിഡിന്റെ ഫ്ലോ വരുമ്പോൾ ഫ്ലോ ഡയറക്ഷൻ, ഫ്രീ ഫ്ലോ ഡയറക്ഷൻ കാണിക്കണം, ഫ്ലോ ഡയറക്ഷൻ കാണിക്കണം, സിംബോളിക് റെപ്രസെന്റേഷനും കാണിക്കണം. ദിസ് ഇസ് ചെക്ക് വാൽവ്. ദെൻ ഈ ചെക്ക് വാൽവിൽ തന്നെ ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു ഫിഗറേഷൻ കൂടിയുണ്ട്. പൈലറ്റ് ഓപ്പറേറ്റഡ് ചെക്ക് വാൽവ് എന്ന് പറയും. പൈലറ്റ് ഓപ്പറേറ്റഡ് ചെക്ക് വാൽവ്. പൈലറ്റ് എന്നുള്ള ഒരു ടേമിനെ കൊണ്ട് ഇവിടെ ഓക്കെ, പൈലറ്റ് എന്നുള്ള ടേം എന്താണ്? ഈ പൈലറ്റ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈലറ്റ് മീൻ പ്രഷർ. അപ്പൊ പ്രഷർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം എന്താണ് നേരത്തെ പറഞ്ഞ ചെക്കിൽ നിന്നും ഈ പൈലറ്റ് ഓപ്പറേറ്റഡ് ചെക്ക് വാൽവിലേക്ക് വരുമ്പോഴുള്ള. നമുക്കറിയാം ചെക്ക് വാൽവിന്റെ സിമ്പിൾ ഒരു ലൈന്, ഒരു ആരോ പോലെ, പിന്നെ ഒരു അനദർ ലൈൻ. നമുക്ക് ഇവിടെ ഇതിന്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗർ വെച്ചിട്ട് നമുക്ക് വർക്കിംഗ് പറയാം. പൈലറ്റ് ഫസ്റ്റ് ടൈം എക്സാമിന് ചോദിച്ചത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നോർമൽ ചെക്ക് വാൽവ് ആൻഡ് പൈലറ്റ് ഓപ്പറേറ്റഡ് ചെക്ക് വാൽവ്. അപ്പൊ എന്താ പൈലറ്റ് ഓപ്പറേറ്റഡ് ചെക്ക് വാൽവ് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ
പറഞ്ഞിട്ടുണ്ട് ചെക്ക് വാൽവ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനോ ആണ് അല്ലെ? ചെക്ക് വാൽവ് യൂണി ഡയറക്ഷൻ അല്ലേ? ഒറ്റ ഡയറക്ഷനിലല്ലേ പോകുള്ളൂ? അല്ല. ഹലോ, ഹലോ. ചില ആപ്ലിക്കേഷനിൽ വരേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഞാൻ ചെക്ക് വാൽവ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്ന ചെക്ക് വാൽവിൽ ഒറ്റ ഡയ മാത്രമേ ഫ്ലോ ഉള്ളൂ. പക്ഷെ ചില ആപ്ലിക്കേഷൻസിൽ, ചില വളരെ ലിമിറ്റഡ് ആപ്ലിക്കേഷൻസിൽ എനിക്ക് ഓപ്പോസിറ്റ് ഡയറോ ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ എക്സ്റ്റേണലി ഒരു പ്രഷർ നമ്മൾ സപ്ലൈ ചെയ്യും. ഹലോ, ഓഡിയോന് ചെറിയ കംപ്ലൈന്റ് എനിക്ക് കേൾക്കുന്നില്ല പ്രോപ്പറായിട്ട്. കേൾക്കുന്നില്ല? ഓക്കെയാണ് ചില സമയം. പൈലറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചെക്ക് വാൽവിന് ഒരു ഫ്രീ ഫ്ലോ ഡയറക്ഷനും ഉണ്ട്, നോ ഫ്ലോ ഡയറക്ഷനും ഉണ്ട്. അപ്പൊ ചില ആപ്ലിക്കേഷൻസിൽ എന്താ വൈഷ്ണവേ പറഞ്ഞോ? വൈഷ്ണവേ ക്ലിയർ ആകുന്നില്ല, ഒരു സ്പ്രിങ് ലേഖാന്ന് വോയിസ്. ഞാൻ ഒന്നുകൂടി ഡിസ്കണക്ട് ചെയ്തിട്ട് ഞാൻ ഒന്ന് ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ റീജോയിൻ ചെയ്യാം. ഹലോ, ഹലോ, ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലിയർ ആക്കിയിട്ട് ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞത് പൈലറ്റ് ഓപ്പറേറ്റഡ് ചെക്ക് വാൽവിനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ചെക്ക് വാൽവ് എന്ന് പറഞ്ഞാൽ യൂണി ഡയറക്ഷണൽ വാൽവ് ആണ്. അപ്പോ ചില ആപ്ലിക്കേഷനിൽ എനിക്ക് ആ നോ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഡയറക്ഷനിലും ഫ്ലോ ആവശ്യമായിട്ട് വരും. അതായത് രണ്ട് ഡയറക്ഷനിലേക്കും ഫ്ലോ കൊടുക്കേണ്ട ചില ലിമിറ്റഡ് ആപ്ലിക്കേഷൻസ് നമ്മുടെ സർക്യൂട്ടിൽ വരാം. അപ്പൊ ചെക്ക് വാൽവിനകത്ത് എക്സ്റ്റേണലി ഒരു പ്രഷർ കൊടുത്തുകൊണ്ട് ആ നോ ഫ്ലോ ഡയറക്ഷൻ ഉണ്ടല്ലോ അത് ഒഴിവാക്കുക, എന്നിട്ട് അതിലെ കൂടിയും ഫ്ലോ ഉണ്ടാക്കുക. അതായത് രണ്ട് ഡയറക്ഷനിലും ഫ്ലോ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ചെക്ക് വാൽവ് വൺ ഡയറക്ഷൻ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ബ്ലോക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലോ ഇല്ലാത്ത ഒരു ഡയറക്ഷനും കൂടി ചെക്ക് വാൽവിൽ ഉണ്ട്. അപ്പോൾ അതിലെ കൂടിയും ഫ്ലോ നടത്താൻ വേണ്ടി എക്സ്റ്റേണലി ഞാനൊരു പ്രഷർ സപ്ലൈ ചെയ്യും. ആ വാൽവിനെ ഒരു ബൈ ഡയറക്ഷണൽ വാൽവ് അല്ലെങ്കിൽ ടു ഡയറക്ഷണൽ വാൽവ് ആക്കി മാറ്റുകയും ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് പൈലറ്റ് ഓപ്പറേറ്റഡ് മെത്തേഡ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ വർക്ക് ചെയ്യാന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു വാൽവിന്റെ പൈലറ്റ് ഓപ്പറേറ്റഡ് ചെക്ക് വാൽവിന്റെ ഫിഗർ ആണ് ഇവിടെ ഈ ഒരു സ്ലൈഡിലുള്ളത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്രീ ഫ്ലോ ഡയറക്ഷൻ, അതായത് ഹൈ പ്രഷർ ഫ്ലൂയിഡ് വരുന്ന ലൈൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഹൈ പ്രഷർ ഫ്ലൂയിഡ് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു സ്പൂൾ പോലുള്ള ഒരു ടി ഷേപ്പ് എലമെന്റ് ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടി ഷേപ്പ് അല്ലെങ്കിൽ ഈ ഒരു പൈലറ്റ് ഓപ്പറേറ്റഡ് അല്ലെങ്കിൽ ഈ സ്പൂൾ എന്ത് ചെയ്യും? താഴോട്ടേക്ക് വഴിയൂലേ? ഇല്ലടാ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ മേൽഭാഗത്ത് നോക്കി. മേൽഭാഗത്ത് ഈ പൈലറ്റ് പിസ്റ്റൺ എന്ന് പറയുന്നത് ഈ പൈലറ്റ് ഓപ്പറേറ്റഡ് വാൽവിന്റെ ഈ പൈലറ്റ് പിസ്റ്റൺ, അതായത് ഈ ടി ഷേപ്പ് എലമെന്റിന്റെ മേലത്തെ ഭാഗം ഇതൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് പോലെയാണ്. ഒരു സിലിണ്ടറിന്റെ ഉള്ളിലുള്ള പിസ്റ്റൺ ആണ്. അപ്പോ ഇവിടെ ഈ പിസ്റ്റണുമായിട്ട് ഇവിടെ കുറച്ച് സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇവിടെ നിന്ന് വരുമ്പോൾ ഈ എലമെന്റ്
ഈ പൈലറ്റ് പിസ്റ്റന്റെ ബോട്ടം സൈഡ് താഴോട്ടേക്ക് വരും. താഴോട്ടേക്ക് വരുന്ന സമയത്ത് മേലയിലുള്ള പിസ്റ്റണും താഴോട്ടേക്ക് ഇറങ്ങി വരും അല്ലെ, അവിടുന്ന് ഇറങ്ങി വരും. അപ്പൊ അതായത് അവിടെയുള്ള സ്പ്രിങ് കംപ്രസ്ഡ് സ്റ്റേജിലാവും. ഓക്കെ, കംപ്രസ്ഡ് സ്റ്റേജിലാവും അല്ലെ. അപ്പോ ഫ്ലോ എന്താവും, ഈ ഒരു പാസേജിന്റെ ബ്ലോക്ക് മാറും, ഫ്ലോ ഇതിലെ ഈ സൈഡിലെ വന്ന് പുറത്തേക്ക് പോകും. ദാറ്റ് ഈസ് ഫ്രീ ഫ്ലോ ഡയറക്ഷൻ. അതായത് ഇത് മാക്സിമം താഴോട്ടേക്ക്, ഈ പൈലറ്റ് ഓപ്പറേറ്റഡ് പിസ്റ്റൺ മാക്സിമം താഴോട്ടേക്ക് വരികയും അവിടെ ഫ്ലോ ക്ലിയർ ആവും, അല്ലെങ്കിൽ ഫ്ലോ പാസേജ് ക്ലിയർ ആവുകയും ചെയ്യും. അങ്ങനെ ഫ്ലോ പാസേജ് ക്ലിയർ ആവുന്ന സമയത്ത് ഫ്രീ ഫ്ലോ നടക്കും. അത് ഫ്രീ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത് വലിയ പ്രശ്നമില്ല. അതായത് ഇവിടുന്ന് ഫ്ലൂയിഡ് വരുന്നു, ഇയാളെ നല്ലപോലെ താഴ്ത്തി കൊണ്ടുവരുന്നു, ഇയാൾ താഴോട്ടേക്ക് വരുന്നതിനനുസരിച്ച് ഫ്ലോ ഇവിടുന്ന് പുറത്തേക്ക് പോകും അല്ലെ. ഫ്ലോ ഇവിടുന്ന് പുറത്തേക്ക് പോകും. അപ്പം പിസ്റ്റൺ എന്ന് പറയുന്ന ഈ നമ്മുടെ പൈലറ്റ് പിസ്റ്റൺ എന്ന് പറയുന്നത് ഇപ്പം ഏതാണ്ട് ഈ താഴേക്ക് വന്ന് നിന്നിട്ടുണ്ടാവും. ഓക്കെ, ദിസ് ഈസ് ഫ്രീ ഫ്ലോ ഡയറക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ നമ്മളൊരു സ്പൂള് വെച്ചിട്ട് പറഞ്ഞ പോലെ, സോറി ഒരു പൊപ്പറ്റ് വെച്ചിട്ട് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പറയാം. കാരണം ഫ്രീ ഫ്ലോ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈ പ്രഷർ ഫ്ലോ വരുന്ന സമയത്ത് ഇവിടുത്തെ പൈലറ്റ് പിസ്റ്റൺ എന്ന് പറയുന്ന ഇത് ഈ ഒരു എലമെന്റ് ആണ്. ഈ പൈലറ്റ് പിസ്റ്റണ് ഒരു ഡൗൺവേർഡ് മോഷൻ ഉണ്ടാവും. ആ ഡൗൺവേർഡ് മോഷൻ കാരണം ഫ്രീ ഫ്ലോ പാസേജ് ക്ലിയർ ആയിട്ട് വെള്ളം പുറത്തേക്ക് പോകും. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നോ ഫ്ലോ ഡയറക്ഷൻ. ഇവിടെ നിന്നാണ് ഹൈ പ്രഷർ ഫ്ലൂയിഡ് വരുന്നതെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഈ പിസ്റ്റണിന്റെ ബോട്ടം സൈഡിൽ പ്രഷർ എക്സേർട്ട് ചെയ്യും. അതായത് പിസ്റ്റണെ മേലോട്ടേക്ക് തള്ളിക്കൊണ്ടേയിരിക്കും. അപ്പൊ മാക്സിമം പിസ്റ്റൺ ഇത് ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കും. ഇതിനപ്പുറത്തേക്ക് പിസ്റ്റൺ പോകാൻ കഴിയില്ല, കാരണം അവിടെ ഒരു ബാരിയർ ഉണ്ട്. മാക്സിമം അവിടെ ബ്ലോക്ക് ചെയ്ത് നിൽക്കും. അത് വെള്ളം ഈ ഒരു ചേംബറിൽ നിറയുകയല്ലാതെ ഇപ്പുറത്തേക്ക് വെള്ളം വരൂല അല്ലെ. ദാറ്റ് ഈസ് നോർമലി ബ്ലോക്ക്ഡ് പൊസിഷൻ. അപ്പൊ ഇപ്പൊ അതൊരു ചെക്ക് വാൽവ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, ചില കണ്ടീഷനിൽ എനിക്ക് ഈ സൈഡിൽ നിന്നും വെള്ളത്തെ ഇപ്പുറത്ത് എത്തിക്കേണ്ട ചില ആപ്ലിക്കേഷൻസ് വരാം, ആവശ്യങ്ങൾ വരാം. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് ഫ്ലോ സാധ്യമാവുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നോർമലി ബ്ലോക്ക്ഡ് ഡയറക്ഷൻ, ഫ്ലോ നോർമലി ബ്ലോക്ക്ഡ് ഡയറക്ഷനെ പറ്റി നമ്മളിപ്പോ പറഞ്ഞു. അടിയിൽ നിന്നും വെള്ളം വരുമ്പോ ഇപ്പോ ഹൈ പ്രഷർ ഫ്ലൂയിഡ് വന്നിട്ട് ഈ പിസ്റ്റൺ താഴെ ഇങ്ങനെ നല്ലപോലെ ആക്ട് ചെയ്യുന്നുണ്ട്, നല്ല പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബ്ലോക്ക്ഡ് ആയി തന്നെ കിടക്കുക. ഈ മൊമെന്റിലാണ് പൈലറ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. പൈലറ്റ് ഓപ്പറേഷൻ മീൻസ് പ്രഷർ ഓപ്പറേഷൻ. ഞാൻ എക്സ്റ്റേണലി ഒരു പ്രഷർ ഇതാ ഈ മേലത്തെ പോർട്ടിലൂടെ സപ്ലൈ ചെയ്യുന്നു. എവിടെയാ സപ്ലൈ ചെയ്യുന്നത്? ഈ പൈലറ്റ് പിസ്റ്റന്റെ ടോപ്പ് സൈഡിൽ. അപ്പൊ ഒരു ഹൈ പ്രഷർ ഞാൻ ഇവിടെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ മൊത്തം സ്ട്രക്ചറിന് എന്താ സംഭവം എന്താ മാറ്റം ഉണ്ടാവുക? താഴോട്ട് പോകും അല്ലെ. അപ്പൊ ഈ പിസ്റ്റൺ നേരത്തെ പോലെ ഫസ്റ്റ് കേസിൽ പറഞ്ഞ പോലെ തന്നെ പിസ്റ്റൺ ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്നും താഴോട്ടേക്ക് വരാൻ തുടങ്ങും. താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ നേരത്തെ നോർമലി ബ്ലോക്ക്ഡ് ആയിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ ഇതിലേക്ക് കയറി ഇപ്പുറത്തേക്ക് എത്തൂലോ, എത്തൂലേ? ഓക്കെ, അപ്പൊ ഇവിടെ ടു ഡയറക്ഷണൽ ഫ്ലോ സാധ്യമായത് എന്തുകൊണ്ടാണ്? എക്സ്റ്റേണലി ഞാനൊരു പ്രഷർ സപ്ലൈ ചെയ്തത് കൊണ്ടാണ്. അപ്പൊ ആ പ്രഷർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേലയിൽ ഒരു പോർട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പാർട്സിനെ പറ്റിയാണ് ഇനി പറയേണ്ടത്. വർക്കിംഗ് ഇത്രയേ ഉള്ളൂ. ഫ്രീ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആണ്. പക്ഷെ നോ ഫ്ലോ ഡയറക്ഷനിലും ഫ്ലോ ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണലി ഒരു പൈലറ്റ് പ്രഷർ, എക്സ്റ്റേണൽ പ്രഷറിനെ നമ്മൾ പറയുന്നത് പൈലറ്റ് പ്രഷർ എന്നാ പറയാം. പൈലറ്റ് ഓപ്പറേഷൻ എന്നാണ് ഇതിനെ പറയാ. ഇപ്പൊ പൈലറ്റ് എന്നുള്ള വേർഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സ്റ്റേണൽ പ്രഷർ, അതായത് പുതിയതായിട്ടൊരു പ്രഷർ സപ്ലൈ ചെയ്യുന്നതിനാണ് പൈലറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ പൈലറ്റ് പ്രഷർ അപ്ലൈയിങ് എന്നൊക്കെ പറയുന്നത്. സോ ഒരു പൈലറ്റ് പ്രഷർ സപ്ലൈ ചെയ്യും. ആ പൈലറ്റ് പ്രഷർ സപ്ലൈ ചെയ്യാനുള്ള പോർട്ടിനെ പറയുന്ന പേരാണ് പൈലറ്റ് പ്രഷർ പോർട്ട്. ദെൻ ഈ പൈലറ്റ് ഓപ്പറേറ്റഡ് വാൽവിലെ ഈ പിസ്റ്റന്റെ പേര് പൈലറ്റ് പിസ്റ്റൺ. പൈലറ്റ് പിസ്റ്റൺ അതായത് എക്സ്റ്റേണൽ പ്രഷർ ആക്ട് ചെയ്യപ്പെടുന്ന പിസ്റ്റൺ, ദാറ്റ് ഈസ് പൈലറ്റ് പിസ്റ്റൺ. ദെൻ ഇവിടുന്ന് എക്സ്റ്റേണൽ പ്രഷർ വരുമ്പോൾ ഇയാൾ താഴോട്ടേക്ക് മൂവ് ചെയ്യും. വീണ്ടും സ്പ്രിങ് കംപ്രസ് ചെയ്യും. അതായത് ഓപ്പോസിറ്റുള്ള ഈ വാൽവ് പിസ്റ്റൺ എന്ത് ചെയ്യും? താഴോട്ടേക്ക് വരും. വാൽവ് പിസ്റ്റൺ താഴോട്ടേക്ക് വരുമ്പോൾ നോർമലി ബ്ലോക്ക്ഡ് ആയിട്ടുള്ള വെള്ളമൊക്കെ പാസേജിലൂടെ മൂവ് ചെയ്യും. അപ്പൊ ടു ഡയറക്ഷണൽ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇതാണ് പൈലറ്റ് ഓപ്പറേറ്റഡ് വാൽവ്. അപ്പൊ ഇതിന്റെ സിമ്പിൾ നേരത്തെ സിമ്പിളിൽ നിന്നും എന്താ മാറ്റേണ്ടത്? നേരത്തെ സിമ്പിൾ എങ്ങനെയായിരുന്നു? ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു ആരോ ഹെഡ്, ഒരു പൊപ്പറ്റ്, പിന്നെ വീണ്ടും സ്ട്രെയിറ്റ് ലൈൻ അല്ലെ? ഇതായിരുന്നു നേരത്തെ ഫിഗർ അല്ലെ, നേരത്തെ സിമ്പിൾ. ആ സിമ്പിൾ ഇവിടെ ഉണ്ട്, ഇവിടെ ആ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ പൈലറ്റ് ഓപ്പറേറ്റഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ കാണുന്നുണ്ടാവും. ഡോട്ടഡ് ലൈൻ. ഈ ഡോട്ടഡ് ലൈൻ മീൻ ചെയ്യുന്നത് പൈലറ്റ് പ്രഷറിനെയാണ്, എക്സ്റ്റേണൽ പ്രഷറിനെയാണ്.
അപ്പൊ പൈലറ്റ് മീൻസ് എക്സ്റ്റേണൽ, പൈലറ്റ് പ്രഷർ മീൻസ് എക്സ്റ്റേണൽ പ്രഷർ. എക്സ്റ്റേണൽ പ്രഷർ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സിംബോളിക് ആയിട്ട് നമ്മൾ കാണിക്കുന്നത് ഡോട്ടഡ് ലൈനിലൂടെയാണ്. അപ്പൊ ഇനിയും നമ്മൾ ചില വാൽവുകൾ പഠിക്കുമ്പോൾ അവിടെയും ഇതേ ഡോട്ടഡ് ലൈൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെ പ്രഷർ ഓപ്പറേറ്റഡ് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഇതിന്റെ വർക്കിംഗ് നമുക്ക് എങ്ങനെയാണ് വർക്കിംഗ് പറയാന്നുള്ളത് ഈ സിമ്പിൾ വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞ വർക്കിങ്ങിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഫ്രീ ഫ്ലോ ഡയറക്ഷൻ, ഫ്ലോ ഇവിടുന്ന് ഈ ബോളിലായി പോക്കറ്റിനെ ബാക്കോട്ടേക്ക് തള്ളുന്നു, ഫ്ലോ നടക്കുന്നു. നോർമലി ബ്ലോക്ക്ഡ് ഡയറക്ഷനിൽ ഫ്ലോ വരുന്നു. നോർമലി ബ്ലോക്ക് ഡയറക്ഷൻ, അതായത് ഫ്ലോ എങ്ങോട്ട് വരും, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഫ്ലോ വരുന്നു. ബട്ട് അവിടെ ഈ പോപ്പറ്റ് ഇവിടെ ബ്ലോക്ക്ഡ് കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഈ പോപ്പറ്റിനെ പിറകിലേക്ക് നീക്കണം. അതിനുവേണ്ടി ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ്, അതാണ് ഈ ഡോട്ടഡ് ലൈൻ, എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ ഞാൻ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് പൈലറ്റ് പ്രഷർ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ ബോൾ എന്താവും, ബോൾ വീണ്ടും പിറകിലേക്ക് വരും. അപ്പൊ നേരത്തെ നോർമലി ബ്ലോക്ക്ഡ് ആയിട്ടുള്ള വെള്ളം ഇതിലേക്ക് കടന്ന് ഇപ്പുറത്തേക്ക് പോകും. അപ്പൊ ഈ സിംബോളിക് റെപ്രസെന്റേഷൻ, ചെക്ക് വാൽവും പൈലറ്റ് ഓപ്പറേറ്റഡ് ചെക്ക് വാൽവും തമ്മിലുള്ള സിംബോളിക് റെപ്രസെന്റേഷനിലുള്ള മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പൈലറ്റ് പ്രഷർ ലൈൻ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇതൊരു തവണത്തെ യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നോർമൽ ചെക്ക് വാൽവ് ആൻഡ് പൈലറ്റ് ഓപ്പറേറ്റഡ് വാൽവ്. ഇപ്പൊ പൈലറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എക്സ്റ്റേണൽ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ എന്തോ ഒരു വർക്കിങ്ങിനെ അവിടെ ചെയ്യുന്നുണ്ട്. സോ ഇവിടുത്തെ നോർമലി ബ്ലോക്ക്ഡ് ഡയറക്ഷനിലും ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടി എക്സ്റ്റേണൽ പ്രഷർ സപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് പൈലറ്റ് ഓപ്പറേഷൻ. അപ്പോ ഇതിന്റെ കുറച്ചുകൂടി ഒരു വേറൊരു പിക്ചോറിയൽ വ്യൂ ആണ് പൈലറ്റ് ഓപ്പറേറ്റഡ് വ്യൂവിന്റെ ചെക്ക് വാൽവിന്റെ മറ്റൊരു ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ഒരു പിക്ചോറിയൽ വ്യൂ. ഇവിടെ ഇപ്പോൾ ഒരു വാൽവ് ഉണ്ട്, ഇൻലെറ്റ് ഹൈ പ്രഷർ ഫ്ലോ വരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ടാപ്പേർഡ് എലമെന്റ് കാണാം. ഈ ടാപ്പേർഡ് എലമെന്റ് അപ്പോൾ പിറകിലേക്ക് തള്ളിപ്പോകുന്ന സമയത്ത് ഫ്രീ ഫ്ലോ അല്ലെ, ഇവിടുന്ന് ഫ്ലോ ഫ്രീ ആയിട്ട് വരും. ദെൻ ബ്ലോക്ക്ഡ് ഡയറക്ഷൻ, ഫ്ലോ ഇതാ ഇവിടെ ഈ ഔട്ട്ലെറ്റിലൂടെ കയറുന്നു. പക്ഷെ അവിടുത്തെ ടാപ്പേർഡ് എലമെന്റിനെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെയാണ് ആ പ്രഷറും എക്സേർട്ട് ചെയ്യുന്നത്. സോ ടാപ്പേർഡ് ബ്ലോക്ക് എപ്പോഴും ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ ഫ്ലോ ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് ഞാനിതാ ഇവിടെ ഒരു പോർട്ട് നിങ്ങൾക്ക് കാണാം. ഈ പോർട്ട് വഴി പൈലറ്റ്, ദാറ്റ് ഈസ് പൈലറ്റ് പോർട്ട്, എക്സ്റ്റേണൽ പ്രഷർ ഞാൻ സപ്ലൈ ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് തള്ളും അല്ലെ, പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് തള്ളും. അപ്പൊ ഈ റോഡ് ഉണ്ടല്ലോ ഇവിടെ, ഈ റോഡും ഇങ്ങോട്ടേക്ക് തള്ളി വരും. റോഡ് വന്ന് തള്ളിയിട്ട് നമ്മളുടെ ടാപ്പേർഡ് എലമെന്റ്, നേരത്തെ ഉണ്ടായിരുന്ന ടാപ്പേർഡ് എലമെന്റിനെ തള്ളി പിറകിലേക്ക് മാറ്റുന്നു അല്ലെ, ഈ ടാപ്പേർഡ് എലമെന്റിനെ തള്ളി പിറകിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഫ്ലോ ഇവിടുന്ന് ഇതേ വഴി അങ്ങനെ പോകുന്നു. സോ രണ്ട് ഡയറക്ഷനിലും ഫ്ലോ നടന്നു. ഒരു ഡയറക്ഷനിൽ ഫ്രീ ആയിട്ട് നടന്നു, മറ്റേതിൽ നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തുകൊണ്ട് നടത്തി. ദാറ്റ് ഈസ് പൈലറ്റ് ഓപ്പറേറ്റഡ് വാൽവ്. അപ്പൊ പൈലറ്റ് ഓപ്പറേറ്റഡ് വാൽവിന്റെ സിമ്പിൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പൈലറ്റ് ലൈൻ, അതായത് ഈ ഡോട്ടഡ് ലൈന് എവിടെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഇവിടുത്തെ സിമ്പിൾ നോക്കി, പൈലറ്റ് അല്ലെങ്കിൽ ഈ പ്രഷർ ലൈന് എപ്പോഴും കാണിക്കേണ്ടുന്നത് എവിടെയായിരിക്കണം, ഈ എയറോ ഹെഡിലെ, ഈ എയറോ ഹെഡിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പോലെ ആയിരിക്കണം. കാരണം നമുക്ക് അത് വെച്ചിട്ട് വർക്കിംഗ് പറയേണ്ടതാണ്. ഒന്നുമില്ല, വരച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. ഒന്ന് ഫ്രീ ഫ്ലോ ഡയറക്ഷൻ, ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും ഫ്രീ ഫ്ലോ ഡയറക്ഷൻ. ഫ്രീ ഫ്ലോ വരുമ്പം ഈ ബോളിനെ തള്ളി പിറകിലേക്ക് മാറ്റും, ഫ്ലോ നടക്കും. ഇനി നോ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലോ ഇല്ലാത്ത ഡയറക്ഷൻ. നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. ഇവിടുന്ന് ഇങ്ങനെ ഫ്ലോ വരുമ്പോൾ ഈ ബോളിനെ മാക്സിമം ഇങ്ങോട്ടേക്ക് തന്നെ തള്ളും, ബ്ലോക്കാണ്. പക്ഷെ ആ ബോളിനെ നമുക്ക് എക്സ്റ്റേണലി പിറകിലേക്ക് വലിക്കണം. സോ പൈലറ്റ് നമ്മൾ ഈ സൈഡ് കാണിക്കണം. സോ ഈ പൈലറ്റ് ലൈന് നമ്മൾ എപ്പോഴും സപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവണം. സിമ്പിൾ വെച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. സോ ദിസ് ഈസ് പൈലറ്റ് ഓപ്പറേറ്റഡ് ചെക്ക് വാൽവ്. ദെൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഡയറക്ഷൻ കൺട്രോൾ വാൽവ് ആണ് റോട്ടറി ഫോർവേ വാൽവ്. നമ്മൾ കുറെ ഡയറക്ഷൻ കൺട്രോൾ വാൽവും അതിന്റെ വർക്കിങ്ങും പഠിക്കും. അതിലൊന്നിപ്പോ പറഞ്ഞു, ചെക്ക് വാൽവ് പറഞ്ഞു. ചെക്ക് വാൽവിൽ തന്നെ നോർമൽ ചെക്ക് വാൽവ് ഉണ്ട്, പൈലറ്റ് ഓപ്പറേറ്റഡ് ഉണ്ട്. ഇനി റോട്ടറി ഫോർവേ വാൽവ്. ഇന്നലെ നമ്മൾ ഫോർവേ വാൽവ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ ഒരു ലീനിയർ വാൽവുകളാണ്, അതായത് 2 പൊസിഷൻ 3 പൊസിഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ലീനിയർ അറേഞ്ച്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇന്നലെ ഞാൻ കാണിച്ചു തന്നതും പറഞ്ഞു തന്നൊക്കെ. എന്താണ് റോട്ടറി ഫോർവേ വാൽവ് നമുക്ക് നോക്കാം. ഇതാണ് അതിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ. റോട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു റൊട്ടേഷൻ ഉള്ള എലമെന്റ് ആണ് ഇവിടുത്തെ വർക്കിംഗ് എലമെന്റ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 4-വേ വാൽവ് എന്ന് പറഞ്ഞുകൊണ്ട് 4 വഴികൾ ഉണ്ടാവണം. ഒരു വഴി ഇവിടെ ഉണ്ട്, ഒരു വഴി ഇവിടെ ഉണ്ട്,
ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത വീഡിയോയിൽ 3 വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ ഏതിലോ ഒന്നിൽ ഈ റോട്ടറി ഫോർവേ വാൽവിന്റെ ആനിമേഷൻ വീഡിയോയും കൂടിയുണ്ട്. അതുകൊണ്ട് അത് എന്തായാലും ഇന്നൊന്ന് കാണുക. അപ്പോൾ ഇതിൽ എങ്ങനെയാ വർക്കിംഗ് നടക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് വെച്ചിട്ട് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഒരു ഫോർവേ വാൽവ് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ആക്ച്വേറ്റർ വരയ്ക്കാണ്. ഒരു ഡബിൾ ആക്ടിങ് സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ആണ് വരയ്ക്കുന്നത്. ഇവിടെ ഒരു പോർട്ട് ഉണ്ട്, ഇതിന്റെ ഓപ്പോസിറ്റിലും ഒരു പോർട്ട് ഉണ്ട്. ഇതൊരു 2 വേ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഡബിൾ ആക്ടിങ് സിലിണ്ടർ ആണ്. അപ്പൊ ഇവിടെ ഒരു വാൽവ് ഉണ്ട്, ഒരു റോട്ടറി വാൽവ് ഉണ്ട്. അപ്പോ പമ്പിൽ നിന്നും വരുന്ന ഹൈ പ്രഷർ ലൈൻ അല്ലെ, നമ്മളെ കംപ്രസർ അല്ലെങ്കിൽ പമ്പിൽ നിന്നും ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇതിലേ വരുന്നുണ്ട്. ഈ ഒരു പമ്പ് പോർട്ടിലേക്ക്, ഒന്നാമത്തെ വേയിലേക്ക് കയറി, ഒന്നാമത്തെ പോർട്ടിലേക്ക് കയറി. അപ്പൊ നിങ്ങൾക്ക് ഇതാ ഫ്ലൂയിഡ്, ഹൈ പ്രഷർ ഫ്ലൂയിഡ് ആണ് ഇവിടെ റെഡ് കളറിൽ കാണുന്നത്. ഫ്ലൂയിഡ് ഇതിലേക്ക് കയറുന്നു, ഈ ഒരു പോയിന്റിലൂടെ കയറി പോർട്ട് എയിലൂടെ പുറത്തേക്ക് വരും. ഈ പോർട്ടിനെ ഞാൻ സിലിണ്ടറിന്റെ മേലത്തെ പോർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിസ്റ്റൺ എങ്ങോട്ട് മൂവ് ചെയ്യണം? പിസ്റ്റൺ എങ്ങോട്ട് മൂവ് ചെയ്യും? താഴോട്ട്. പിസ്റ്റൺ മേലെ നിന്ന് താഴോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഈ മൊമെന്റിൽ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ ഈ പോർട്ട് വഴി, സെക്കൻഡ് പോർട്ട് വഴി ഡിസ്പ്ലേസ് ചെയ്യും. ഞാൻ ഈ പോർട്ടിനെ പോർട്ട് ബി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പോർട്ട് ബിയിലേക്ക് വരുന്ന വെള്ളമൊക്കെ ഇതിലേ വന്നിതാ ഈ ബ്ലൂ കളറിലൂടെ വന്ന് ഇപ്പുറത്ത് ടാങ്കിലേക്ക് പോകുന്ന, റിസർവോയർ ടാങ്കിലേക്ക് പോകുന്ന കണക്ഷനിലേക്ക് പോകും. വെള്ളമൊക്കെ ടാങ്കിലേക്ക് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പൊ ഉള്ള കണ്ടീഷനിലെ വർക്കിംഗ് ക്ലിയർ ആണ്. പിസ്റ്റൺ മേലെ നിന്ന് താഴോട്ടേക്ക് വന്നു. അപ്പോ ഇതൊരു റോട്ടറി വാൽവാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു റൊട്ടേഷണൽ മോഷൻ, ഈ വാൽവ് വർക്ക് ചെയ്യുന്നത് റോട്ടറി മോഷൻ ആണ്. ഇത് പൊസിഷൻ എന്ന് പറയുന്നത് 1 2 3 എന്നൊക്കെ പറഞ്ഞ് പൊസിഷൻ ഉണ്ടാവും അല്ലെ. ഈ പൊസിഷൻ മാറ്റുന്നത് ഇതിനെ തിരിച്ചുകൊണ്ടാണ്. ഇതിലെ റോട്ടർ എന്ന് പറയുന്ന എലമെന്റിനെ തിരിച്ചുകൊണ്ടാണ്. നമുക്ക് അടുത്ത പൊസിഷൻ എങ്ങനെയാന്ന് നോക്കാം. അടുത്ത പൊസിഷൻ ഓക്കെ, രണ്ടാമത്തെ പൊസിഷൻ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. ഇവിടെ ഒരു സെക്കൻഡ് പൊസിഷൻ, അതായത് ഞാൻ ഇതിനകത്തുള്ള റോട്ടർ എന്ന് പറയുന്ന എലമെന്റിനെ, അതായത് ഇതിനൊന്ന് ഒരു കറക്കം കറക്കി ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോ ഇനി നമുക്കൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഒന്നുകൂടി ഒന്ന് വരച്ച് നോക്കാം. എന്നിട്ട് ഈ പോർട്ടുകളൊക്കെ കണക്ട് ചെയ്ത് എന്താണ് വർക്കിംഗ് ഉണ്ടാവാൻ നോക്കാം. ഇവിടെ മേലയിൽ ഒരു പോർട്ട് ഉണ്ട്. ഈ പോർട്ടിനെ ഞാൻ പോർട്ട് എ ആയിട്ട്, നേരത്തെ പോലെ തന്നെ പോർട്ട് എ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സിലിണ്ടറിന്റെ താഴെയുള്ള പോർട്ടിനെ പോർട്ട് ബി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരത്തെ പിസ്റ്റൺ ഇപ്പൊ ഏറ്റവും താഴേക്ക് വന്ന് നിന്നിട്ടാണ് ഉള്ളത്. പിസ്റ്റൺ ഇപ്പൊ താഴെയിലാണുള്ളത്. ഇനി നോക്കാം, ഹൈ പ്രഷർ ഫ്ലൂയിഡ്, പമ്പിൽ നിന്നും വരുന്ന ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇതിലേക്ക് കയറി ഈ റെഡ് കളറിലൂടെ നോക്കി ഇപ്പുറത്തെ സൈഡ് ഇവിടെ എത്തുക. ഇവിടെ ഇപ്പൊ എന്തെങ്കിലും പോർട്ട് ഉണ്ടോ ഹൈ പ്രഷർ ഫ്ലൂയിഡിന് പോവാൻ? ഇല്ലല്ലോ, ഇവിടെ നിലവിലൊന്നും ഇല്ല അല്ലെ. ബ്ലോക്ക്ഡ് കണ്ടീഷനാണ്, ബ്ലോക്ക്ഡ് കണ്ടീഷനാണ്. ഇനി ഈ പോർട്ട് എ നോക്കിയേ, പോർട്ട് എ ഉള്ളത് ഒരു ബ്ലോക്ക്ഡ് കണ്ടീഷനാണ്. ഇവിടെയും ബ്ലോക്ക് ആയിട്ടാണ്. ഇനി പോർട്ട് ബിയിലേക്ക് വന്ന പോർട്ട് ബി നോക്കി, ഇവിടുന്ന് വെള്ളം കടന്ന് ഓപ്പോസിറ്റ് ടാങ്കിലേക്ക് എത്താൻ വഴിയൊന്നുമില്ല. ഇവിടെയും ബ്ലോക്ക്ഡ് ആണ്.
ദെൻ ടാങ്കിന്റെ പോർട്ടും ഒരു ബ്ലോക്ക്ഡ് പൊസിഷനിലാണ് ഉള്ളത്. അതായത് ഇപ്പോ ഈ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഇപ്പൊ നിലവിൽ എവിടെയാണോ ഉള്ളത് അതേ പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്യും. അതായത് ഏറ്റവും ബോട്ടത്തിലായിരുന്നു നേരത്തെ പിസ്റ്റൺ ഉണ്ടായിരുന്നത്, ഈ പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്യും. ദിസ് ഈസ് സെക്കൻഡ് പൊസിഷൻ. അപ്പൊ ആ സെക്കൻഡ് പൊസിഷൻ എങ്ങനെയാ കിട്ടിയത്? ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു എലമെന്റ് ആണ് ഇവിടുത്തെ സ്പൂൾ എന്ന് പറയുന്ന സാധനം, ഇവിടെ റൊട്ടേഷൻ ഉള്ള എലമെന്റ്. അപ്പൊ നേരത്തെ ഉള്ള ഒന്നാമതായിട്ടുള്ള ഈ പൊസിഷനിൽ നിന്നും ഈ സ്പൂളിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി, ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് കറക്കി. അപ്പോഴാണല്ലോ പുതിയ പൊസിഷൻ വന്ന ഈ എക്സ് എന്ന് പറയുന്ന ഈ സാധനം. ഇവിടെ കാണുന്നില്ലേ, രണ്ട് എലമെന്റ് കാണുന്നില്ല ഇങ്ങനെ, ഈ ബ്ലൂവും റെഡും കളറിലുള്ള എലമെന്റ് ഇല്ലേ, അയാളെ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് ഇയാൾ പുതിയ പൊസിഷൻ എടുത്തത് അല്ലെ. അപ്പൊ സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നപ്പോ ഒരു അൺഓപ്പറേറ്റഡ് പൊസിഷൻ ആണ് അല്ലെ. ഇനി മൂന്നാമതൊരു പൊസിഷനിലേക്ക് ഞാൻ വീണ്ടും ഇയാളെ കറക്കുകയാണ്. ഞാൻ വീണ്ടും ഈ ബ്ലൂ ആൻഡ് റെഡ് കളറിലുള്ള ആ ഒരു എക്സ് ലൈക്ക് സ്ട്രക്ചറിനെ വീണ്ടും കറക്കുകയാണെന്ന് വെച്ചോ. അപ്പൊ വീണ്ടും കറക്കി. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, സ്പൂള് പുതിയൊരു പൊസിഷൻ വന്ന് നിന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അയാളെ കറക്കിയപ്പോ പുതിയൊരു പൊസിഷനിലേക്ക് സ്പൂൾ എത്തി. അതാണ് തേർഡ് പൊസിഷൻ. ഈ തേർഡ് പൊസിഷനിലേക്ക് എത്തുമ്പോ ഇപ്പൊ നോക്കിയേ, പമ്പിന്റെ പോർട്ട് ബിയു ആയിട്ടാണ് കണക്ട് ആയിട്ടുള്ളത്. നേരത്തെ ഫസ്റ്റ് കേസിൽ പമ്പിന്റെ പോർട്ട് എയു ആയിട്ടായിരുന്നു കണക്ഷൻ ഉണ്ടായിരുന്നത്. രണ്ടാമത് ഞാൻ സ്പൂളിനെ കറക്കിയപ്പം എല്ലാം ബ്ലോക്ക് ആയി. മൂന്നാമത് ഞാൻ സ്പൂളിനെ കറക്കിയപ്പം പമ്പും ബിയും തമ്മിൽ കണക്ട് ആയി, എയും ടാങ്കും തമ്മിൽ കണക്ട് ആയി. ആദ്യത്തെ കണ്ടീഷനിൽ ബിയും ടാങ്കും തമ്മിലായിരുന്നു കണക്ഷൻ. മൂന്നാമത്തെ പൊസിഷൻ എത്തുമ്പോഴേക്കും എയും ടാങ്കും തമ്മിൽ കണക്ഷൻ വന്നു. ദിസ് ഈസ് തേർഡ് പൊസിഷൻ. ഈ പൊസിഷനിൽ നമ്മൾ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റുമായിട്ട് കണക്ഷൻ നടത്തി കഴിഞ്ഞാൽ പിസ്റ്റൺ താഴെ നിന്ന് മേലോട്ടേക്ക് പോകും. ഞാൻ ഒരു കാര്യം ചെയ്യാം, പിന്നെ നിങ്ങളുടെ ആനിമേഷൻ വീഡിയോ ഒന്നുകൂടി നിങ്ങളുടെ ഗ്രൂപ്പിൽ കയറി നോക്കുക. അതിനകത്ത് ഈ റോട്ടറി വാൽവിന്റെ വർക്കിംഗ് ആനിമേഷൻ ഫിഗർ നല്ല വീഡിയോ വൃത്തിയായിട്ട് ഞാനിപ്പോ പറഞ്ഞ കാര്യം തന്നെ ഒരു ആനിമേഷൻ വീഡിയോ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. സോ അതൊന്ന് നോക്കുക. ദെൻ അതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ സെയിം ആണ്. ഇവിടെ ഇപ്പം 3 പൊസിഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ. അതുകൊണ്ട് തന്നെ 3 സ്ക്വയർ ബോക്സ് ഉണ്ട്. 3 പൊസിഷൻ. എത്ര വേ ഉണ്ട്, എത്ര വഴികളുണ്ട്, എത്ര പോർട്ട് ഉണ്ട്? 4 പോർട്ടാണുള്ളത്. അതുകൊണ്ട് ഇവിടെ 4 പോർട്ടുകൾ. ഒന്ന് ഇവിടെ, സെക്കൻഡ് മേലയിലും അതേപോലെ 4 പോർട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ പോർട്ടിന്റെ പമ്പിൽ നിന്നും എയിലേക്ക് ഇവിടെ പി ഉണ്ടാവും, ഇവിടെ ഫസ്റ്റ് എ ഉണ്ടാവും, തൊട്ടിപ്പുറത്ത് ബി ഉണ്ടാവും, അതേപോലെ അതിന്റെ നേരത്തായ ടി ടാങ്കിന്റെ ഉണ്ടാവും. അപ്പൊ അടുത്ത പൊസിഷനിൽ എല്ലാം ബ്ലോക്ക് ആയി. സെക്കൻഡ് പൊസിഷനിൽ എല്ലാം ബ്ലോക്ക് ആയി. തേർഡ് പൊസിഷനിൽ പമ്പിൽ നിന്നും ബിയിലേക്ക്, എയിൽ നിന്നും ടാങ്കിലേക്ക്. ഇതതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ റെപ്രസെന്റേഷൻ ആണ്. ഇവിടെ റോട്ടറി ഫോർവേ എന്ന് പറയാൻ കാരണം ഇവിടുത്തെ സ്പൂൾ അറേഞ്ച്മെന്റ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഓരോ പൊസിഷനും നമ്മൾ മാറ്റുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ നിന്നും അൺഓപ്പറേറ്റഡ് പൊസിഷനും അതേപോലെ തേർഡ് പൊസിഷനൊക്കെ ഇടുന്നത്. ഇവിടെ ഉള്ള ഒരു റോട്ടറി സ്പൂൾ, ഇവിടുത്തെ ഈ ബ്ലൂ ആൻഡ് റെഡ് കളറിലുള്ള സ്പൂളിനെ കറക്കുന്നത് കൊണ്ടാണ് ഇവിടെ വർക്കിംഗ് നടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ റോട്ടറി ഫോർവേ വാൽവ് എന്നാ പറയാം. ഐ തിങ്ക് ഇന്നത്തെ ടൈം ആയി തോന്നുന്നു. ഇങ്ങനെ പോയാൽ ഇത് തീരില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ എല്ലാ സമയം എടുക്കുന്നു. കുറച്ച് സ്പീഡാക്കി വിടാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ലായിരുന്നു. കണ്ടവർക്ക് കുറച്ചുകൂടി സംഭവം തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് അതൊന്ന് വാച്ച് ചെയ്യാം. നിങ്ങൾക്ക് അത് എക്സ്ട്രാ സമയം എടുത്ത് ഇതിൽ കാണിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് ഗ്രൂപ്പിൽ ഇടുന്നത്. സോ എന്തായാലും ഒന്ന് വാച്ച് ചെയ്യാം. അറ്റൻഡൻസ് ഫസ്റ്റ് അവർ ഇല്ലാതെ ആരെങ്കിലും ഇപ്പൊ വന്നിട്ടുണ്ടോ? പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഫസ്റ്റ് അവർ ഇല്ലാത്ത ആരെങ്കിലും